മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ മക്കളെ, ഇന്നേ ദിവസം സങ്കീർത്തനം 30:5. എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ, അവിടുത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിന്റെ വരവായി. ദൈവമക്കളുടെ ജീവിതത്തിലെ ചിലപ്പോൾ അന്ധകാരം ആവരണം ചെയ്യും, ഭാവി ഇരുളടഞ്ഞതായി തോന്നും, ദുഃഖവും കണ്ണുനീരും നമ്മുടെ അനുഭവമായി തീരും. അപ്രകാരമുള്ള അനുഭവങ്ങൾ ദീർഘമായും തോന്നിക്കും. പക്ഷെ അന്ധകാരം നീങ്ങി പ്രകാശമുദിക്കുന്ന കാലം പിന്നാലെ ഉണ്ടാകും. ഇപ്പോൾ ദോഷത്തിന് സംഭവിച്ചു എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ നന്മയ്ക്ക് മുഖാന്തരമായി തീരുന്നുവെന്നും കാണുവാൻ സാധിക്കും. സർ ജെയിംസ് തോംഹിൽ ലണ്ടനിലെ സെന്റ് പോൾസ് കത്തീഡ്രലിൽ അലങ്കാരത്തിനായുള്ള ചിത്രങ്ങൾ വരയ്ക്കുകയായിരുന്നു. ഉയർത്തിക്കെട്ടിയ ഒരു പീഠത്തിൽ നിന്ന് പല നാളുകൾ അധ്വാനിച്ചൊരു ചിത്രം പൂർത്തിയാക്കാറായി. ചിത്രം വ്യക്തമായി കാണുവാൻ വേണ്ടി പീഠത്തിൽ അല്പം പിന്നിലേക്ക് മാറി ചിത്രത്തിലേക്ക് നോക്കി. പിന്നെയും പിന്നെയും പിന്നിലേക്ക് മാറുന്ന വീക്ഷിക്കുവാൻ ശ്രമിച്ചു. ഒരടി കൂടെ വെച്ചാൽ താഴെ വീഴുമെന്ന നിലയിലായി. തന്റെ കൂടെ ജോലിയിൽ സഹായിച്ചുകൊണ്ടിരുന്ന സ്നേഹിതൻ ഇത് കണ്ട് ഒട്ടും മടിക്കാതെ അയാൾ ചായം മുക്കിയ ബ്രഷ് എടുത്ത് ചിത്രത്തിൽ ഒന്ന് വരച്ചു. ക്ഷുഭിതനായ തോൺഹിൽ അലറിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചു. അങ്ങനെ അപകടം കൂടാതെ രക്ഷപ്പെട്ടു. ഒരടി കൂടെ പിന്നിലേക്ക് മാറിയാൽ വരാമായിരുന്ന അപകടത്തെപ്പറ്റി സ്നേഹിതൻ പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായത്. തന്നെ രക്ഷിക്കുന്നതിൽ മറ്റൊരു മാർഗവുമില്ലാതിരുന്നതിനാലാണ് സ്നേഹിതൻ ചിത്രത്തിൽ വരച്ചത് എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം സ്നേഹിതന് നന്ദി പറഞ്ഞു. നമുക്ക് സംഭവിക്കുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയുന്ന കാലമുണ്ടാകും. നമ്മുടെ പ്രതീക്ഷകൾ തകർന്നതിനും പ്ലാനുകൾ പരാജയപ്പെട്ടതിനും ദൈവത്തെ അന്ന് സ്തുതിക്കും. ചില പരാജയങ്ങൾ നമുക്ക് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നാം ദൈവാശ്രയത്തിൽ ഉറയ്ക്കുകയില്ലായിരുന്നു. രാത്രിയുടെ പിന്നാലെ പ്രഭാതം പൊട്ടി വിളരും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഞങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.